എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറച്ച് കഥകളായിട്ട് വന്നിരുന്നല്ലോ. ഇന്നും ഒരു ചെറിയൊരു കഥയായിട്ട്, കുട്ടികൾക്കുള്ള ചെറിയൊരു കഥ, കുട്ടികൾക്കും വലിയവർക്കൊക്കെ പ്രയോജനമാവുന്നൊരു കഥയാണ്. പണ്ടെന്ന് പറയുമ്പോൾ അധിക കാലമൊന്നായിട്ടില്ല, ഒരു സത്യസന്ധനായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, എല്ലാവരും പറയുന്നത് ഒബേ ചെയ്ത് നടക്കുന്ന ഒരു ആളുണ്ടായിരുന്നു, ഒരു ചെറുപ്പക്കാരൻ. അയാൾ നാട്ടിലെ എല്ലാവരോടും ഈ പറഞ്ഞ പോലെ നാട്ടിലെല്ലാ കാര്യങ്ങൾക്കും അയാൾ സർവ്വസമ്മതനായിട്ട് എല്ലാവരും എന്ത് പറഞ്ഞാലും അയാൾ ചെയ്യും. അങ്ങനെ ഒരു മനുഷ്യനാണ്. അതായത് ഇപ്പം നിങ്ങൾ അയാളോട് പറഞ്ഞിട്ട് ഇപ്പോൾ പോയി ഒന്ന് കുളിക്കൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുളിച്ചിട്ട് വരും. കാരണം അത്രയും അനുസരണയാണ് അയാൾക്ക്. അപ്പോൾ അയാൾക്ക് എന്താ പറയുക, കുറച്ച് പ്രായമൊക്കെ ആയി, അയാൾ പഠിത്തമൊക്കെ കഴിഞ്ഞു, എന്ത് ചെയ്യണമെന്നറിയാതെ നടക്കുകയാണ്. അയാളോട് നാട്ടിലൊരു പ്രമുഖനായിട്ടുള്ളൊരു വ്യക്തി പറഞ്ഞു, നിനക്ക് അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉണ്ടല്ലോ, നിനക്കൊരു വ്യാപാര സ്ഥാപനം തുടങ്ങിക്കൂടെ എന്ന് ചോദിച്ചു. ആ ശരി, നാവാം എന്ന് പറഞ്ഞാൽ അയാൾ വ്യാപാര സ്ഥാപനം തുടങ്ങി. കുറച്ച് സ്വത്തൊക്കെ കയ്യിലുണ്ടായിരുന്നു. ആ സ്വത്തൊക്കെ വെച്ചുകൊണ്ട് അയാൾ ആ വ്യാപാര സ്ഥാപനം തുടങ്ങി. കുറച്ച് കാലങ്ങൾ കഴിഞ്ഞു, വ്യാപാര സ്ഥാപനം അടച്ചുപൂട്ടേണ്ടി വന്നു. എന്താണ് കാരണം? അയാൾക്ക് കച്ചവടത്തെക്കുറിച്ച് കാര്യമായൊന്നും അറിയില്ല. ഒരാൾ പറഞ്ഞു, അയാൾ തുടങ്ങി, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് പൊളിഞ്ഞപ്പോഴാണ് അയാളുടെ വേറെ സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു, നീ എന്തിനാണ് ഈ ഇങ്ങനെയുള്ള കച്ചവടത്തിനൊക്കെ നിൽക്കുന്നത്? നിനക്ക് കുറച്ച് കുട്ടികൾക്ക് എന്തെങ്കിലും ട്യൂഷനോ എന്തെങ്കിലും എടുത്തൂടെ എന്നായി. ആവാലോ, എന്നാൽ കുറച്ച് ട്യൂഷൻ എടുക്കാം എന്നായി. അയാൾ ട്യൂഷൻ എടുക്കാൻ തുടങ്ങി. എന്നാൽ അയാൾക്ക് വിചാരിച്ചത്ര കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല. അതിലും അയാൾ പരാജയപ്പെട്ടു. അങ്ങനെ വീണ്ടും അയാൾ അടുത്തൊരു പരിപാടി തുടങ്ങായി. അപ്പോൾ അങ്ങനെ ഒരാൾ, അത് കഴിയുമ്പോൾ വേറൊരാൾ പറഞ്ഞു, നിനക്കൊരു കാര്യം ചെയ്യൂടെ, ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തുടങ്ങിക്കൂടെ. അയാൾ എന്ത് ചെയ്തു? റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തുടങ്ങി. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തുടങ്ങിയാൽ ഇതിൽ സത്യസന്ധനായി നിൽക്കുന്ന ആൾക്കാർക്ക് ഇതിൽ ചെയ്യാൻ പറ്റുമല്ലോ? ചെയ്യാൻ പറ്റില്ല. റിയൽ എസ്റ്റേറ്റിലും അയാൾ സത്യം പറഞ്ഞാൽ ഒരു പരാജയമായി മാറി. അത് കഴിഞ്ഞപ്പോഴാണ് അയാളോട് വേറെ ആൾ ചോദിച്ചു, നിനക്ക് ഒരു കാര്യം ചെയ്യും, ഒരു ബസ് വാങ്ങിച്ചിട്ട് ഓടിച്ചൂടെ. ഒരു ബസ് വാങ്ങിച്ചിട്ട് ഓടിച്ചു. അതിലും അയാൾ പരാജയമായി. അങ്ങനെ തൊട്ടയിലും പിടിച്ചാലൊക്കെ അയാൾ പരാജിതനായി മാറുകയാണ്. അപ്പോൾ ഇയാൾ ഇങ്ങനെ ഓരോരുത്തരെയും വാക്കിയിട്ട് അയാൾ ഇങ്ങനെ നടക്കുകയാണ്. ഒരു കാര്യം ചെയ്ത് കഴിയും, അപ്പോൾ അടുത്തത് ചെയ്യും, അത് കഴിയുമ്പോൾ അടുത്തത് ചെയ്യും. അങ്ങനെ ഓരോ ദിവസവും ഓരോന്ന് ചെയ്തിട്ട് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാളൊന്ന് പറയുമ്പോൾ അയാൾ അത് ചെയ്യും, അടുത്ത ആൾ അടുത്തത് ഒന്ന് ചെയ്യുമ്പോൾ അത് അയാൾ ചെയ്യും. അങ്ങനെ കുറേ കാലം കഴിഞ്ഞിട്ട് ഓരോന്നും ചെയ്യും. അയാളുടെ സാമ്പത്തികമായിട്ടുള്ള എല്ലാതും നശിപ്പിക്കും. അയാൾ കാര്യമായിട്ടൊന്നും എന്താ പറയുക, ഒരു നല്ലൊരു ബെനിഫിറ്റ് എവിടെയും അയാൾക്ക് കിട്ടിയില്ല. അങ്ങനെ നടന്നു പോകുമ്പോൾ അയാൾ വഴിയിൽ വെച്ച് ഒരു പണ്ഡിതനെ കാണുകയാണ്. പണ്ഡിതൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് കാണുന്ന പോലെ സ്വാമിമാരോ അല്ലെങ്കിൽ എന്താ പറയുക, പേരുണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന സ്വാമിമാരൊന്നുമല്ല കേട്ടോ. അവരെന്ന് പറഞ്ഞാൽ ശരിക്കുള്ള പണ്ഡിതന്മാർ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ഇവനോട് ചോദിച്ചു, എന്താ നീ ഇങ്ങനെ ആകെ വിഷാദനായിട്ട് നടക്കണ്ടല്ലോ, എന്താ സംഭവം എന്ന് ചോദിച്ചു. പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞു, ഞാൻ ആദ്യം ഒരു വ്യാപാര സ്ഥാപനം തുടങ്ങി, പിന്നെ ഞാൻ കുറച്ച് നേരം ട്യൂഷൻ നോക്കി, ഞാൻ അങ്ങനെ ഓരോരോ കാര്യങ്ങളും ചെയ്ത പല കാര്യങ്ങളും നോക്കി, ഇതിലെല്ലാം ഞാൻ പരാജയപ്പെട്ടു. എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നീ അതിന് പരാജയപ്പെടണമെങ്കിൽ ഇതെല്ലാം നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടാണോ നീ ചെയ്തതെന്ന് ചോദിച്ചു. അല്ല, ഇതൊക്കെ ഒരാൾ പറഞ്ഞു എന്നോട് അത് ചെയ്താൽ വിജയിക്കും, കാരണം അയാൾ അതിൽ വിജയിച്ചിട്ടുണ്ട്, അപ്പോൾ ഞാനത് ചെയ്തു നോക്കി. അടുത്ത ആൾ പറഞ്ഞു എന്നോട് അതിന് പകരം വ്യാപാര സ്ഥാപനത്തിന് പകരം വേറെ എന്തെങ്കിലും ചെയ്യൂ, അപ്പോൾ അത് വിജയിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അത് ചെയ്തു, അതും വിജയിച്ചില്ല. അങ്ങനെ ഓരോരുത്തർ ചെയ്തപ്പോൾ ഞാൻ അതൊക്കെ പരീക്ഷിച്ച് നോക്കിയെന്നല്ലാതെ ഒന്നിലും ഞാൻ വിജയം കണ്ടില്ല എന്ന് പറഞ്ഞു. അവിടെ അയാൾ പറഞ്ഞു, ഇതിലൊന്നും നീ നിനക്ക് ഇഷ്ടമുള്ള കാര്യമല്ല ചെയ്തത്. ഇവിടെ എല്ലാം നീ ചെയ്തത് മറ്റുള്ളവരുടെ വാക്ക് കേട്ട് അതുപോലെ ചാടി പുറപ്പെടുക ചെയ്തത്. അങ്ങനെ ജീവിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. അതായത് ഒരു ചൊല്ലുണ്ട്, ഡോണ്ട് ബി എ ഫുട്ബോൾ ഓഫ് അതേഴ്സ് ഒപ്പീനിയൻ എന്ന്. ഈ ഡോണ്ട് ബി എ ഫുട്ബോൾ ഓഫ് അതേഴ്സ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരിക്കലും മറ്റുള്ള ആളുകളുടെ വാക്കുകൾക്ക് പന്താടാൻ നിന്ന് കൊടുക്കരുത് എന്നാണ് അതിൻ്റെ ചുരുക്കം. ഇപ്പോൾ ഇയാൾ ചെയ്തതും അത് തന്നെയാണ് അല്ലേ. ഇയാൾ പ്രവർത്തിച്ചെന്താ, ഓരോരുത്തരുടെ വാക്കുകൾക്ക് വേണ്ടി അയാൾ നിന്ന് കൊടുത്തു. അത് ഓരോന്നും അവർ ചിലപ്പോൾ രക്ഷപ്പെട്ട മാർഗ്ഗമായിരിക്കാം. അപ്പം ഞാൻ ഒരാളോട് പറയുകയാണെങ്കിൽ ഞാൻ എന്താ പറയുക, നിങ്ങൾ സോഫ്റ്റ്വെയർ ഫീൽഡിൽ നോക്കിക്കോളൂ, നല്ല രീതിയിൽ നമുക്ക് ഇറങ്ങാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ജോലി കിട്ടും എന്നൊക്കെ എനിക്ക് പറയാൻ പറ്റും. കാരണം ഞാൻ സോഫ്റ്റ്വെയർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ് എന്ന് വിചാരിച്ചുകൊണ്ട് തൊഴിൽ യാതൊരു താല്പര്യമില്ലാത്ത ഒരാൾ അതിൽ ഇറങ്ങിക്കഴിയാൻ എന്താ സംഭവിക്കുക? അയാൾക്ക് അതിലൊന്നും നേടാൻ പറ്റില്ല അല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. അപ്പോൾ വളരെ വളരെ എന്താ പറയുക, ലളിതമായ വാക്കുകൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാം. അല്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ പലതും പറയും, നമ്മളുടെ ചെവിയിലൂടെ കേൾക്കാൻ വേണ്ടി പലതും പറയും. നമുക്കതൊന്ന് കേട്ടുകളയാം എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. കേട്ടുകളയാം, അല്ലെങ്കിൽ ഒന്ന് കേട്ടുകളയാം, അതേ ഉള്ളൂ. അപ്പോൾ കേട്ടിട്ട് അത് മനസ്സിലേക്ക് എടുക്കണോ എന്നുള്ളത് നിങ്ങൾ വേണം ആലോചിക്കാൻ.
ഓക്കെ, അപ്പോൾ ഒത്രേ പറയുന്നുള്ളൂ, ഡോണ്ട് ബി എ ഫുട്ബോൾ ഓഫ് അതേഴ്സ് ഒപ്പീനിയൻ. നിങ്ങൾ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് പന്താടാൻ നിന്ന് കൊടുക്കാതിരിക്കുക. അതിനുള്ള കഴിവുകൾ നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ കഴിവ് നിങ്ങൾ കണ്ടെത്തുന്നത് എന്നാണോ അന്നാണ് നിങ്ങളുടെ വിജയം. അതുവരെ നിങ്ങളുടെ വിജയം നിങ്ങളിലല്ല, മറ്റുള്ളവരാണെന്ന് വിചാരിക്കുന്ന നിങ്ങളാണ് മൂഢൻ. മറ്റുള്ളവരുടെ വിജയം അവരിൽ കണ്ടെത്തിയിട്ടുണ്ട്. അത് നിങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കിയാൽ നിങ്ങൾക്കത് വിജയിക്കണമെന്ന് യാതൊരു തരത്തിലും പറയാൻ പറ്റില്ല. എക്സാമ്പിളായിട്ട് ഞാൻ ഒരാളോട് ചെന്നിട്ട് സോഫ്റ്റ്വെയർ ഫീൽഡിൽ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ മുടത്തറ, അതേ നമ്മുടെ ഉദാഹരണം പറയണം, പ്രദീപ് മുടത്തറ. ഇപ്പോൾ അദ്ദേഹം എൻ്റെ കൂടെ ലൈവിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറയാണ്, പ്രദീപ് ജി ഒരു കാര്യം ചെയ്യൂ, നാളെ മുതൽ സോഫ്റ്റ്വെയർ ഫീൽഡ് വന്ന് വർക്ക് ചെയ്യൂ പറഞ്ഞാൽ അതിൽ കുറച്ച് ലാംഗ്വേജൊക്കെ പഠിച്ചോളൂ, ഞാൻ വേണമെങ്കിൽ സഹായിക്കാമെന്ന് പറഞ്ഞാൽ പോയി പണി നോക്കടാന്ന് പറയുന്നോട് അല്ലേ പ്രദീപ് ജി? സത്യമായിട്ടും. കാരണം അതല്ല അദ്ദേഹത്തിന് മേഖല എന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം വിജയിച്ചുകൊണ്ട് വരുന്ന മേഖല വേറെയാണ്. അപ്പോൾ എൻ്റെ ഒരു വാക്കിന് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ വാക്ക് കേട്ടിട്ട് മാറാനുള്ളതല്ല അദ്ദേഹത്തിന് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരെയും ചെയ്തു. അതുപോലെ ഞാൻ ഇപ്പോൾ ഇതിൽ പലരെയും എടുത്ത് പറയുന്നില്ല. ഓരോരുത്തരും ഇപ്പോൾ ഇതിൽ എന്താ പറയുക, പല രീതിയിലും വിജയിച്ച ആളുകളിൽ ഇപ്പം എൻ്റെ കൂടെ ലൈവിലുണ്ട്. പല രീതിയിലും അതിൽ ഗൾഫിലുള്ള ആളുകളുണ്ട്, നമ്മുടെ നാട്ടിൽ ബാങ്ക് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, സോഫ്റ്റ്വെയർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകളുണ്ട്, ബസ് ഓടിക്കുന്ന ആളുകളുണ്ട്, ബസ് ജീവനക്കാരുണ്ട്, സെക്യൂരിറ്റി ജീവനക്കാർ വരെ ഉണ്ട്. പലരും ഇതിലുണ്ട്. സർക്കാർ ജീവനക്കാരുണ്ട്, സോഫ്റ്റ്വെയർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ഇതൊന്നുമില്ലാതെ വീട്ടമ്മമാരായിട്ടിരിക്കുന്ന ആളുകളുണ്ട്. ഈ വീട്ടമ്മമാരായിരിക്കുന്ന ആളുകൾ, എൻ്റെ ഭാര്യ അടക്കമുള്ള ആളുകളെ ഞാൻ പറയുന്നത്, അവരെന്ന് പറയുന്നത് ചില്ലറ പണിയല്ല. സത്യമാണ് ഞാൻ പറയാണ്, എൻ്റെ ഭാര്യ, ഞാൻ എപ്പോഴും ഞാൻ പറയും, ഒരു കുടുംബസ്ഥ അല്ലെങ്കിൽ ഒരു മക്കളുടെ അമ്മ എന്ന് പറയുമ്പോൾ സർക്കാർ ജോലിക്കാരോ അല്ലെങ്കിൽ ഞങ്ങളൊക്കെ പോലുള്ള സോഫ്റ്റ്വെയർ ഫീൽഡിലെ ആൾക്കാർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പണിയാണ് നിങ്ങൾ വീട്ടമ്മമാർ ചെയ്യണത്, ഒരമ്മ എന്ന രീതിയിൽ ചെയ്യുന്ന ആളുകൾ. അപ്പോൾ അവരുടെ പണി ആലോചിച്ചാൽ നമ്മളൊക്കെ വളരെ കുറച്ചേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവരോട് ഞാൻ നാളെ മുതൽ അടുക്കള പണി ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ നടക്കുന്ന കാര്യമല്ല. എനിക്ക് പറഞ്ഞ പണി അതല്ല. അപ്പോൾ ഞാൻ ഒരാളുടെ വാക്ക് കേട്ടിട്ട് ഞാൻ എടുത്തു ചാടിയിട്ട് ഒരു ഫുട്ബോളായിട്ട് അവരുടെ കാലിൻ്റെ ചോട്ടിൽ കിടന്ന് ഉരുളാൻ നിന്ന് കൊടുക്കാതെ എൻ്റെ സ്വന്തം കഴിവ് എന്താണെന്ന് കണ്ടെത്തി അതിൽ ഞാൻ മുന്നേറുകയാണ് എൻ്റെ വിജയം. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ എന്താണോ മേഖല അത് കണ്ടെത്തുക, അത് കണ്ടെത്തിയിട്ട് അതിൽ വിജയം കൈവരിക്കുക. ഇത്രയും മാത്രം പറയുന്നു. ഇന്നത്തെ ഞാൻ പറയുന്ന കാര്യം, ഡോണ്ട് ബി എ ഫുട്ബോൾ ഓഫ് അതേഴ്സ് ഒപ്പീനിയൻ. ഇത്രയും മാത്രമേ ഇന്ന് പറഞ്ഞിട്ടുള്ളൂ. അതിന് വേണ്ടി ഒരു ചെറിയ കഥ പറഞ്ഞത് മാത്രം. അപ്പോൾ അത്രയും പറഞ്ഞ ഇതിൽ നിർത്താണ്. ഞാൻ ഈ പറഞ്ഞ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ, വലിയവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചെറിയ കഥകളായിട്ട് ഇതേപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് യൂട്യൂബിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫേസ്ബുക്കിലും ഞാൻ ഇടുന്നുണ്ട്, യൂട്യൂബിലും ഇടുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ. ഇതൊരു വരുമാന മാർഗ്ഗം ആക്കാൻ വിചാരിച്ചിട്ടില്ല. എപ്പോഴും എല്ലാവർക്കും ആക്സസിബിൾ ആവാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബിൽ ഇട്ടിട്ടുള്ളത്. വരുമാന മാർഗ്ഗം ആക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആരോടും സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, പങ്കിടുക, അവർക്ക് അറിവ് കേൾക്കുക. നിങ്ങളിലുള്ള കഴിവുകൾ നിങ്ങൾ ഇതേപോലെ പറഞ്ഞു തരാം. നിങ്ങൾക്ക് കഥ പറയാൻ കഴിവുണ്ടെങ്കിൽ പറയുക. കഥ പറയാൻ കഴിവില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന കഥ എനിക്ക് പറഞ്ഞു തരൂ, ഞാൻ പറഞ്ഞു കൊടുത്തോളാം. എനിക്ക് പറ്റുന്ന രീതിയിൽ അങ്ങനെ ചെയ്യാം. നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ കൊറോണ കാലം ഇനിയിപ്പോൾ എക്സ്റ്റെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര കാലം എക്സ്റ്റെൻഡ് ആവുമെന്ന് അറിയില്ല. പറ്റാവുന്നത്ര രീതിയിൽ നമുക്ക് എല്ലാവർക്കും, കുട്ടികൾക്കും വലിയവർക്കൊക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു. എല്ലാവർക്കും നമസ്തേ.